ഗുരുവായൂർ ക്ഷേത്രത്തിലെ കുന്നിക്കുരു വഴിപാടിനെ കുറിച്ച് ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടികളെ എന്തിനാണ് കുന്നിക്കുരു വാരിപ്പിക്കുന്നത്, അത് ഭക്തർക്ക് കൊണ്ടുവന്ന് സമർപ്പിക്കാനായിട്ട് സാധിക്കുമോ? അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലെ പൂജാമുറി ഉണ്ടാവുമല്ലോ, അവിടെ നമുക്ക് അതായത് ഭക്തർക്ക് കുന്നിക്കുരു കൊണ്ടുവന്നിട്ട് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് സാധിക്കുമോ? അത് പുറമെ കടകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് വെച്ചാൽ മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. കുന്നിക്കുരു വഴിപാടിനെ കുറിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുട്ടികളെ കൊണ്ട് കുന്നിക്കുരു വാരിക്കുന്ന ഒരു വഴിപാടുണ്ട്. അതിനായിട്ട് ഒരു വലിയ ചെമ്പ് നിറയെ കുന്നിക്കുരും മഞ്ചാടിക്കുരും ഒക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ കിഴക്കേനടയിൽ മഞ്ചാടി ചെമ്പ് നമ്മൾ പറയാറുണ്ടല്ലോ. അത് കുട്ടികളുടെ കുറുമ്പ് കൂടാൻ വേണ്ടിയിട്ടാണ്. കുട്ടികൾക്ക് ആരോഗ്യം ഉണ്ടാകാനും കുറുമ്പ് കൂടാൻ വേണ്ടിയിട്ടും. ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ കുട്ടികൾക്ക് കുറുമ്പൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അവരുടെ ആ ഒരു ചെറുപ്രായത്തിൽ നന്നായി ഓടിച്ചാടി പ്രസരിപ്പോടെ ഓടി നടന്നിട്ട് ഇങ്ങനെ കുറുമ്പുകളൊക്കെ കാണിക്കേണ്ട ഒരു പ്രായമാണ്. അങ്ങനെ ചെയ്യണം കുട്ടികളായി കഴിഞ്ഞാൽ. ചില കുട്ടികളുണ്ടല്ലോ, അസുഖം മൂലം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ മൂലം അവർക്ക് അതൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്തെങ്കിലും വയ്യായികയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുവന്നിട്ട് ഈ മഞ്ചാടി ചെമ്പിൽ ഇങ്ങനെ കുന്നിക്കുരു മഞ്ചാടിക്കുരുക്കെ വാരിക്കുകയാണെങ്കിൽ അതെല്ലാം മാറും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട് കേട്ടോ. കാരണം അവരെ കൂടെ ഈ കുന്നിക്കുരു മഞ്ചാടിക്കുരൊക്കെ വാരാനായിട്ട് ഭഗവാനും കൂടെ ഉണ്ടാവുന്ന പറയാ. ഭഗവാനെ കണ്ടുകൊണ്ടാണ് അവർ ആ മഞ്ചാടി ചെമ്പിൽ കളിക്കുന്നത്. അതിൽ മഞ്ചാടിയും കുന്നിക്കുരും നാണയവും കടുകും ഒക്കെ ഭക്തർ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നിട്ട് അവിടെ സമർപ്പിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചിലരുടെ വീട്ടിൽ കുന്നിക്കുരുവിൻ്റെ ചെടി ഉണ്ടായിരിക്കും, മഞ്ചാടിയുടെ മരം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ശേഖരിച്ചിട്ട് നല്ല വൃത്തിയായി കഴുകിയിട്ട് ഇതേപോലെ ഈ മഞ്ചാടി ചെമ്പിൽ കൊണ്ടുവന്ന് സമർപ്പിക്കാനായിട്ട് സാധിക്കും. അവിടുന്ന് ഒന്നും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകരുതെന്നാണ് പറയുക. കാരണം ഭക്തർ അത്രമേ പ്രിയപ്പെട്ട ഭഗവാന്റെ കുന്നിക്കുരൊക്കെ കൊണ്ടുവന്നിട്ട് ഭഗവാന് സമർപ്പിച്ചതല്ലേ. യഥാർത്ഥത്തിൽ ഭഗവാൻ ഈ ചെറിയ കുന്നിക്കുരു പോലും ഒരു ആനയെ സമർപ്പിച്ച പോലെ എന്നാ പറയുക. അത്രമേൽ പ്രിയപ്പെട്ടതാണ് ഭഗവാൻ ഈ കുന്നിക്കുരും മഞ്ചാടിക്കുരും ഒക്കെ. അതുകൊണ്ടാണ് കേട്ടോ ക്ഷേത്രങ്ങളിൽ നിന്ന് ഇപ്പോൾ താഴെ വീണ് കിടക്കുന്നതായാൽ പോലും അത് നമ്മൾ എടുത്തുകൊണ്ട് നമ്മുടെ വീടുകളിലേക്ക് പോകരുതെന്ന് പറയണത്. നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഭഗവാനെ സമർപ്പിക്കാനാണെങ്കിൽ ഇതേപോലെ ഒരു തളികയിലോ ചെറിയ ഒരു ഉരുളിയിലോ ഒക്കെ നമുക്ക് ഭഗവാനെ സമർപ്പിക്കാം. അത് പുറമേ നിന്ന് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുപോയി സമർപ്പിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ വീടുകളിലുള്ളതും ഇതേപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഭഗവാനെ സമർപ്പിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം അങ്ങനെയാണ് വീടുകളിൽ ചെയ്യേണ്ടത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഭഗവാന് മുന്നിലെ കുന്നിക്കുരു വാരിപ്പിക്കുന്നത് കുട്ടികൾക്ക് ആരോഗ്യം ഉണ്ടാകാനും കുറുമ്പ് കൂടാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ.